മതജീവികളായ നമ്മളെ മനുഷ്യനാക്കി മാറ്റിയ വാക്കുകൾ കൊണ്ടും തൻ്റെ സംസാര ശൈലി കൊണ്ടും എന്നും ഇഷ്ടപ്പെടുന്ന രവീന്ദ്രൻ നമ്മളോടൊപ്പമുള്ള നമസ്കാരം. ആദ്യം തന്നെ ദൈവമുണ്ടോ? ഇപ്പോൾ സമയം 4:51 ഉണ്ട്, കാണാനാണ് സാധ്യത. ഒരു നിമിഷത്തിൽ ഒരിക്കലും നിരീശ്വരവാദിയായ ഒരു വ്യക്തിയാണോ? അല്ല. എന്തെങ്കിലും ഒരു കാരണം കാണും ഇതിന്? ഒരു 1000 years ബാക്ക് ഈ സ്ഥലത്ത് ആരും മലയാളം സംസാരിച്ചിട്ടുണ്ടാവില്ല. അതെ, വേറെ എന്തെങ്കിലും ഭാഷയായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു സെറിബ്രൽ സോഫ്റ്റ്വെയർ ആണ് ഈ ദൈവവും ചാത്തനും പ്രേതവും എല്ലാ സാധനങ്ങളും. ദൈവമില്ലെന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ഒരു കൂട്ടം ആൾക്കാരുടെ പക്ഷത്തിൽ നിങ്ങളുടെ മതം അതല്ലേ ദൈവമില്ലെന്ന് പറയുന്നത്? ഒരു കാര്യം ഉണ്ട്, അത് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ അതെന്താണ് എന്ന് ആദ്യം പറയണ്ടേ. എനിക്കൊരു വിഷമഘട്ടം വരുമ്പോൾ, എനിക്കൊരു തളർച്ച വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളൊരു പ്രാർത്ഥന നടത്തിയിട്ടാണ് നിങ്ങളുടെ കല്യാണം നടന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കാതെ കല്യാണം കഴിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ച് കല്യാണം കഴിഞ്ഞിട്ട് പൊട്ടുന്നവരുണ്ട്. ഇന്ന് തട്ടെടുത്ത് നോക്കുമ്പോൾ നിരീശ്വരവാദിയാണോ കൂടുതൽ, വിശ്വാസികളാണോ കൂടുതൽ? യേശുവിനെ കോമഡിയായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ എന്ന് പറയാമോ? വിശ്വപ്രപഞ്ചത്തിൻ്റെ പിതാവായിട്ടുള്ള പരമ്പൊരുൾ മിസ്റ്റർ യേശു അദ്ദേഹം തീരുമാനിച്ചതാണ് ജൂത വരണം, ജൂത ഇങ്ങനെ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് പദ്ധതി പറ്റിയാണ്. ജൂത വില്ലനല്ല, ഈസ് എ വിക്ടിം ഓഫ് ദ ഗ്രാൻഡ് ഡിസൈൻ ഓഫ് യേശു. ഇപ്പോൾ റേപ്പ് നടത്തുന്ന ഒരാൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അനുമതിയും അവൻ്റെ അംഗീകാരവും അവൻ്റെ ബലവും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾക്കൊരു കാര്യം തന്നിട്ടുണ്ട്, അത് പോരാ, അല്ലെങ്കിൽ മാറ്റി തരണം എന്നുള്ള നിങ്ങളുടെ പ്ലീഡിംഗ് അല്ലേ പ്രാർത്ഥന. എനിക്കിട്ട് പണിതവനെ എനിക്ക് തീർക്കണം. ഒരു മന്ത്രവാദിയെ വിളിക്കുന്നു, ഒരു എമൗണ്ട് കൊടുക്കുന്നു, മന്ത്രവാദി തീർക്കുന്നു. അതിലെന്ത് ശക്തിയുള്ളേ? മന്ത്രവാദി നിങ്ങളുടെ പൈസ തീർക്കുന്നു. കുട്ടി ഉണ്ടാവാൻ തൊട്ടിൽ കെട്ടും, തൊട്ടിൽ കെട്ടിയാലും കുട്ടി ഉണ്ടാവും. അപ്പോൾ തൊട്ടിൽ കെട്ടിയിട്ട് കുട്ടി ഉണ്ടാവുന്നതിന് തൊട്ടിൽ കെട്ടിയത് കാരണമാണ് കുട്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിലാണ് നിങ്ങളുടെ പരിപാടി. ഇതൊക്കെ ഞങ്ങളുടെ അച്ഛന്മാരോട് പറഞ്ഞിട്ട് പിന്നെന്തിനാ ഇവർ ഈ പ്രസംഗിക്കുന്നത്? റിലീജിയൻ ഈസ് ഫേക്ക്. ദൈവം ഉണ്ടെങ്കിൽ ഒരിക്കലും മതം ഉണ്ടാവില്ല, നമുക്കറിയാം. കാര്യം ഒരുപാട് മതങ്ങളുണ്ട്. ദൈവം ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മതമുള്ളതാണ്. പിന്നെ ഈ ദൈവം ഉണ്ടെന്നിരിക്കട്ടെ, സപ്പോസ് ഓക്കെ, നിങ്ങൾക്ക് നിരീശ്വരവാദിയായിട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ കാര്യങ്ങളും പുള്ളി നോക്കിക്കോളും. ഞാൻ ഇതുവരെ വിശ്വാസിയായിരുന്നു. താങ്കളുടെ വാക്കുകൾ കേട്ട് ഞാൻ ഇന്ന് വിശ്വാസം മാറ്റുന്നു. വിശ്വാസം എന്ന് പറയുന്നത് അനദർ പേഴ്സൺ ക്യാൻ ലീഡ് ടു ഫെയ്ത്ത്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെയ്ത്ത്. ഇപ്പോൾ നിങ്ങൾ ജ്യോതിഷ വിശ്വാസി അല്ലാന്നിരിക്കട്ടെ, നിങ്ങളുടെയൊക്കെ 2 അനുഭവങ്ങളും 2 കഥകളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവിടെ തലതല്ലി വീഴും.